Dear friends, കമ്മ്യൂണിറ്റി ഹെൽത്ത് ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് സ്റ്റാഫ് നഴ്സിന്റെയും ഫാർമസിസ്റ്റിന്റെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും ഷോർട്ട് ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് റാങ്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇന്റർവ്യൂ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂയുടെ ഡേറ്റും ടൈമും ഒക്കെ പിന്നീട് അവർ അറിയിക്കും. അപ്പൊ ഇത് ഒരു ന്യൂമറിക്കൽ രജിസ്റ്റർ നമ്പേഴ്സിന്റെ ഓർഡറിലാണ്, ന്യൂമറിക്കൽ ഓർഡറിൽ മാത്രമാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് റാങ്ക് ഓർഡർ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ ലിസ്റ്റ് ഇത് സ്റ്റാഫ് നഴ്സിന്റെ മെയിൻ ലിസ്റ്റ് ആണ്. അതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ JHയുടെ മെയിൻ ലിസ്റ്റ് ആണിത്. ഇതിനകത്തും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇനി ഇന്റർവ്യൂ ഒക്കെ വേറെ ദിവസം അവർ അറിയിക്കും, ഇന്റർവ്യൂവിന്റെ ഡേറ്റും ടൈമും ഒക്കെ അറിയിക്കും. അപ്പൊ മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഫാർമസിസ്റ്റിന്റെയും ആ ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുടെ മുന്നിൽ ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കുറച്ച് ക്വസ്റ്റ്യൻസ്, 1-2 ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ JHമാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ JPHL സ്റ്റാഫ് നഴ്സ്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇനി വരുന്ന എയിംസ് എക്സാമിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വീഡിയോ ചാനൽ പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത് ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് ഫിസിക്കൽ ഡയമെൻഷൻ, മെന്റൽ ഡയമെൻഷൻ, സോഷ്യൽ ഡയമെൻഷൻ, സൈക്കോളജിക്കൽ ഡയമെൻഷൻ. പിന്നെ അത് ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത് ആണ് എല്ലാം, ഒന്നൊഴികെ. ഒന്നാണ് കറക്റ്റ് ആൻസർ. സൈക്കോളജിക്കൽ ഡയമെൻഷൻ എന്നുള്ളത് ഹെൽത്തിൽ വരുന്നതല്ല. സൈക്കോളജിക്കൽ ഡയമെൻഷൻ ബാക്കിയില്ല. ഫിസിക്കൽ ഡയമെൻഷൻ ആണെങ്കിലും മെന്റൽ ഡയമെൻഷൻ ആണെങ്കിലും സോഷ്യൽ ഡയമെൻഷൻ ആണെങ്കിലും ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹെൽത്ത്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിറ്റ്നസ്, ന്യൂട്രീഷൻ, അതുപോലെ കൺട്രോൾ ഓഫ് ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്, ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുക. ഫിസിക്കൽ ഫിറ്റ്നസിനെ ശ്രദ്ധിക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഇതൊക്കെ ഫിസിക്കൽ ഡയമെൻഷനിൽ വരുന്നതാണ്. മെന്റൽ ഡയമെൻഷനിൽ വരുന്നത് മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള മെഡിറ്റേഷൻ ആയിക്കോട്ടെ, യോഗ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ കൊടുത്ത് നിൽക്കുക, മെന്റൽ ഡയമെൻഷൻ. സോഷ്യൽ ഡയമെൻഷൻ നമ്മുടെ കമ്മ്യൂണിറ്റി, ഫാമിലി, ഫ്രണ്ട്സ്, അതൊക്കെ ഹെൽത്ത്, കമ്മ്യൂണിറ്റി, ഫാമിലി, ഇങ്ങനെയുള്ളതൊക്കെ സോഷ്യൽ ഡയമെൻഷൻ. സൈക്കോളജിക്കൽ ഡയമെൻഷൻ അങ്ങനെ വരുന്നില്ല. ബാക്കിയുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ഡയമെൻഷനാണ് സ്പിരിച്വൽ ഡയമെൻഷൻ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച ഡയമെൻഷനാണ് സ്പിരിച്വൽ ഡയമെൻഷൻ. ന്യൂ ഡയമെൻഷൻ മെത്തേഡാണ് അത്. നമ്മുടെ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലവ് വരുന്നുണ്ട്, ഫെയ്ത്ത് വരുന്നുണ്ട്, ചാരിറ്റി വരുന്നുണ്ട്, ഫാമിലി വരുന്നുണ്ട്. ലവ്, ഫെയ്ത്ത്, ചാരിറ്റി, ഇതൊക്കെ സ്പിരിച്വൽ ഡയമെൻഷനിൽ വരുന്നതാണ്. ഹെൽത്തിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് മെന്റൽ, ഫിസിക്കൽ, സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ആൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. 1978 അതിനകത്ത് ഹെൽത്ത് ഡെഫിനിഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ടു ലീഡ് സോഷ്യലി, എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ്. 1978 ആഡ് ചെയ്തതാണ് ടു ലീഡ് സോഷ്യലി, എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ ഈസ് ഓപ്ഷൻസ് എഡ്യൂക്കേഷൻ, എസെൻഷ്യൽ ഡ്രഗ് പ്രൊവിഷൻ, ഫാമിലി പ്ലാനിംഗ്, ഓൾ ഓഫ് ദി അബോവ്. എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ് ആൻസർ. എല്ലാം വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ, എസെൻഷ്യൽ ഡ്രഗ് പ്രൊവിഷൻ, ഫാമിലി പ്ലാനിംഗ് എല്ലാം വരുന്നുണ്ട്. നമ്മൾ എലമെന്റ്സ് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് എലമെന്റ്സ് നോക്കാം. ദർ ആർ 8 എസെൻഷ്യൽ എലമെന്റ്സ്. ആ എലമെന്റ്സ് എന്നുള്ള ആ ഒരു വേടി തന്നെ ഉണ്ട് എലമെന്റ്സ്. E education, L locally endemic diseases, E expanded program of immunization, M MCH and family planning, E essential drug provision, N nutrition and food supply, T treatment of minor ailments, S safe water supply and basic sanitation. So these all are the 8 essential elements of primary health care. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ അത് എസെൻഷ്യൽ ഹെൽത്ത് കെയർ എന്നൂടെ പറയുന്നുണ്ട്. പ്രൈമറി ഹെൽത്ത് കെയറിന്റെ മറ്റൊരു പേരാണ് എസെൻഷ്യൽ ഹെൽത്ത് കെയർ. 8 എലമെന്റ്സ് ഉണ്ട് പ്രൈമറി ഹെൽത്ത് കെയറിൽ. എലമെന്റ്സ് ഉണ്ട്, അത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. എലമെന്റ്സ് അതൊന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോയിങ് കമ്പോണൻസ് ആർ യൂസ്ഡ് ഇൻ കുപ്പുസ്വാമി ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എക്സെപ്റ്റ് ഓപ്ഷൻസ് ഫാമിലി ഇൻകം, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, നമ്പർ ഓഫ് ചിൽഡ്രൻ. സോ ഇവിടെ കറക്റ്റ് ആൻസർ നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ്. കുപ്പുസ്വാമി ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ വരാത്തത് നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ്. അതിനകത്ത് വരുന്നതാണ് ഫാമിലി ഇൻകം, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ.
സോ കുപ്പസ്വാമി സ്കെയിൽ ഇൻക്ലൂഡ് എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ ആൻഡ് ഇൻകം. ഇത് മൂന്നും അതിനകത്ത് വരുന്നതാണ്. കുപ്പസ്വാമി സ്കെയിലിനകത്ത് വരുന്നതാണ് എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ ആൻഡ് ഇൻകം. അതുപോലെ ടോട്ടൽ സ്കോർ 26 തൊട്ട് 29 വരെ അപ്പർ ക്ലാസ് ആണ്, 16 തൊട്ട് 25 വരെ അപ്പർ മിഡിൽ ആണ്, 11 തൊട്ട് 15 വരെ ലോവർ മിഡിൽ ആണ്, 5 തൊട്ട് 10 വരെ അപ്പർ ലോവർ ആണ്, ബിലോ 5 ലോവർ ആണ്. അതാണ് സോഷ്യോ എക്കണോമിക് ക്ലാസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, fourth question, most common method used for identifying community health problem is options: lab test, survey, camp, health education. മോസ്റ്റ് കോമൺ മെത്തേഡ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിറ്റിയിലുള്ള ഹെൽത്ത് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും സാധാരണയായിട്ട് പെട്ടെന്ന് ലാർജ് സ്കെയിലിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സർവേ. ഇപ്പൊ നമ്മളെ കോവിഡിന്റെ കേസിലൊക്കെ സർവേ ചെയ്തായിരുന്നു. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് ലാർജ് സ്കെയിലിൽ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലം അസസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സർവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ക്രൂഡ് ഡെത്ത് റേറ്റ് ഈസ് ഓപ്ഷൻസ്. ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടില്ല. ക്രൂഡ് ഡെത്ത് റേറ്റ് മനസ്സിലാക്കുന്നത് നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂറിംഗ് ദ ഇയർ ഡിവൈഡഡ് ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു 1000. ക്രൂഡ് ഡെത്ത് റേറ്റിന്റെ ഫോർമുല ചോദിക്കാം എക്സാമിന്. നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂറിംഗ് ദ ഇയർ ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു 1000. അത് മറക്കരുത്. ഇതിന്റെ ക്രൂഡ് ഡെത്ത് റേറ്റിന്റെ ഡിനോമിനേറ്റർ എന്താണെന്ന് എക്സാമിന് ചോദിക്കാം. ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ ഈ താഴെയുള്ളത് ഡിനോമിനേറ്റർ എന്താണ്, ക്രൂഡ് ഡെത്ത് റേറ്റിന്റെ ഡിനോമിനേറ്റർ എന്താണെന്ന് മാത്രം ചോദിക്കാം. അത് മിഡ് ഇയർ പോപ്പുലേഷൻ ആണ്. മിഡ് ഇയർ പോപ്പുലേഷൻ ആണ് ഡിനോമിനേറ്റർ. അതിന്റെ ഫോർമുല ചോദിച്ചാൽ നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂറിംഗ് ദ ഇയർ, ഒരു വർഷത്തിലുള്ള ഡെത്ത് ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ, ആ ഒരു വർഷത്തിന്റെ മധ്യത്തിലുള്ള പോപ്പുലേഷൻ ഇൻറ്റു 1000. മറക്കരുത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇൻ ഡെമോഗ്രാഫിക് സ്റ്റേജസ് when birth rate begins to decline and death rate further decreases is said to be options: high stationary stage, early expansion stage, late expansion stage, low stationary stage. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഡെമോഗ്രാഫിക് സ്റ്റേജസിൽ ബർത്ത് റേറ്റ് താഴോട്ട് കുറഞ്ഞു ഡിക്ലൈൻ കുറയുന്നു, അതുപോലെ ഡെത്ത് റേറ്റും കുറഞ്ഞു വരുന്നു. ആ ഒരു സ്റ്റേജ് എന്താണ്? ലേറ്റ് എക്സ്പാൻഷൻ സ്റ്റേജ് ആണ് കറക്റ്റ് ആൻസർ. ലേറ്റ് എക്സ്പാൻഷൻ സ്റ്റേജ്. അത് ഓരോന്നും നമുക്കൊന്ന് പഠിക്കാം. ഓരോന്നിനെ പറ്റിയും അടുത്ത സ്ലൈഡിൽ നോക്കാം. ഫസ്റ്റ് ഹൈ സ്റ്റേഷനറി ബർത്ത് ഹൈ, ഡെത്ത് ഹൈ. അതായത് ബർത്തും കൂടുതലാണ്, ഡെത്തും കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ആ പോപ്പുലേഷൻ ഈക്വൽ ആയിട്ട് മാറും. കാരണം ബർത്ത് റേറ്റ് കൂടുതലായിട്ട് നടക്കുന്നുണ്ട്, അതുപോലെ ഡെത്തും കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് പോപ്പുലേഷൻ കൺട്രോൾ ആയിട്ട് വരുന്നുണ്ട്. അത് ഫസ്റ്റ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഹൈ സ്റ്റേഷനറി എന്ന് പറയാം. നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഹൈ സ്റ്റേഷനറി ആണ്. ബർത്തും ഡെത്തും കൂടുതലാണ്. ഹൈ എന്നുള്ളത് സ്റ്റേഷനറി ആണ്, രണ്ടും കൂടുതലാണ്. സെക്കൻഡ് സ്റ്റേജിൽ ഇയർലി എക്സ്പാൻഡിങ്, ബർത്ത് റേറ്റ് സെയിം ആയിട്ട് നിൽക്കുന്നു, കൂടുന്നുമില്ല കുറയുന്നില്ല, പക്ഷെ ഡെത്ത് റേറ്റ് കുറയുന്നു. അപ്പൊ അവിടെ കുറച്ച് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ കൂടി വരും. ബർത്ത് റേറ്റ് സെയിം ആണ്, ഡെത്ത് റേറ്റ് കുറഞ്ഞു വരുന്നു. തേർഡ് സ്റ്റേജ് എന്താണ്? ലേറ്റ് എക്സ്പാൻഡിങ്, ഡെത്ത് റേറ്റും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു, ബർത്ത് റേറ്റും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. റെഡ്യൂസിങ്, അതായത് ഒത്തിരി കുറഞ്ഞിട്ടില്ല, കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അത് ലേറ്റ് എക്സ്പാൻഡിങ് സ്റ്റേജ് ആണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യ കടന്നു പോകുന്ന സ്റ്റേജ് ആണ് ലേറ്റ് എക്സ്പാൻഡിങ് സ്റ്റേജ്. തേർഡ് ആണ്. ഡെത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബർത്ത് റേറ്റ് കുറഞ്ഞു എന്നല്ല, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫോർത്ത് എന്ന് പറയുമ്പോൾ ലോ സ്റ്റേഷനറി സ്റ്റേജ്. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും നന്നായിട്ട് കുറഞ്ഞ് നിൽക്കുകയാണ്, കോൺസ്റ്റന്റ് ആയിട്ട്. ഇപ്പൊ നമ്മുടെ അമേരിക്ക, UK പോലുള്ള കൺട്രികൾ, ഡെവലപ്ഡ് കൺട്രീസ്. ഫോർത്ത് സ്റ്റേജ് ലോ സ്റ്റേഷനറി സ്റ്റേജ്. ഡെത്ത് റേറ്റും ബർത്ത് റേറ്റും കുറവാണ്, കോൺസ്റ്റന്റ് പോപ്പുലേഷൻ ആണ്. ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ ഡിക്ലൈനിങ് സ്റ്റേജ് ആണ്. ബർത്ത് റേറ്റ് കുറവാണ്, ഡെത്ത് റേറ്റിനേക്കാളും വളരെ കുറവാണ് ബർത്ത് റേറ്റ്. ചില രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബർത്ത് റേറ്റ് വളരെ കുറവാണ്, ബർത്ത് റേറ്റ് കുറവാണ്, പക്ഷെ ഡെത്ത് റേറ്റും കുറവാണ്, പക്ഷെ ബർത്ത് റേറ്റ് വളരെ കുറവാണ്. ഡെത്ത് റേറ്റിനേക്കാളും ബർത്ത് റേറ്റ് വളരെ കുറവാണ്. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അതാണ് ഡിക്ലൈനിങ് സ്റ്റേജ്. പോപ്പുലേഷൻ റെഡ്യൂസിങ്, പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക. ചില കൺട്രികളിലൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പോപ്പുലേഷൻ വല്ലാണ്ട് കുറയുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് കൂടുതൽ ജോലിക്കാരെയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ചില യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു 5 സ്റ്റേജ് എല്ലാവരും പഠിച്ചിരിക്കുക. സ്റ്റാഫ് നേഴ്സ്, JHI എന്തായാലും പഠിച്ചിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എയിംസ് എക്സാമിന് അല്ലെങ്കിൽ സ്റ്റാഫ് നേഴ്സ് DMA എക്സാമിന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ ഡ്രഗ് കിറ്റ് പ്രൊവൈഡഡ് അറ്റ് സബ് സെന്റർ?
അപ്പൊ ഡ്രഗ് കിറ്റ് എയിൽ പ്രൊവൈഡ് ചെയ്യാത്തത്, സബ് സെന്ററിൽ പ്രൊവൈഡ് ചെയ്യാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഡ്രഗ് കിറ്റ് എ കൊടുത്തിരിക്കുന്നത് സബ് സെന്ററിലാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ടാബ്ലറ്റ് പാരസിറ്റമോൾ ആണ്. ടാബ്ലറ്റ് പാരസിറ്റമോൾ ഡ്രഗ് കിറ്റ് എയിൽ പ്രൊവൈഡ് ചെയ്യാത്തതാണ്. നോട്ട് ഡ്രഗ് കിറ്റ് എ പ്രൊവൈഡ് ആയിട്ട് സബ് സെന്റർ ടാബ്ലറ്റ് പാരസിറ്റമോൾ ആണ്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. സോ കണ്ടൻസ് ഓഫ് കിറ്റ് എ എന്താണെന്ന് നോക്കാം. കിറ്റ് എയിലുള്ള കണ്ടൻസ്: ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് ORS 150 പാക്കറ്റ്സ് ഉണ്ട്. കിറ്റ് എയിൽ 150 പാക്കറ്റ്സ് ഉണ്ട്. ടാബ്ലറ്റ് അയൺ ആൻഡ് ഫോളിക് ആസിഡ് 15,000 ടാബ്ലറ്റ് അയൺ ആൻഡ് ഫോളിക് ആസിഡ്. ടാബ്ലറ്റ് അയൺ ആൻഡ് ഫോളിക് ആസിഡ് 13,000 ടാബ്ലറ്റ്. അതുപോലെ വിറ്റാമിൻ എ സൊല്യൂഷൻ 6 ബോട്ടിൽസ് ഓഫ് 100 ml ഈച്ച്, 6 ബോട്ടിൽസ് ഓഫ് 100 ml ഈച്ച് വിറ്റാമിൻ എ സൊല്യൂഷൻ. ടാപ്പ് കോട്രിമാക്സസോൾ ഫോർ പീഡിയാട്രിക് യൂസ് 1000 ടാബ്ലറ്റ്സ്. ടാപ്പ് കോട്രിമാക്സസോൾ ഫോർ പീഡിയാട്രിക് യൂസ് 1000 ടാബ്ലറ്റ്സ്. Question: rural and urban population is different incidence in all disease except option bronchitis, TB, lung cancer, mental illness. റൂറൽ പോപ്പുലേഷനും അർബൻ പോപ്പുലേഷനും വ്യത്യാസമുണ്ട്. ഓൾ ഡിസീസ് എക്സെപ്റ്റ് TB. TBയിൽ റൂറൽ പോപ്പുലേഷനും അർബൻ പോപ്പുലേഷനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ബാക്കിയുള്ള ഡിസീസ് കണ്ടീഷൻ എല്ലാം തന്നെ വലിയ വ്യത്യാസം ഉണ്ടെന്നാണ് റിസർച്ചുകൾ മനസ്സിലാക്കുന്നത്. TBയിൽ റൂറൽ പോപ്പുലേഷനിൽ പല ആളുകൾക്കും, ഫാർമേഴ്സ് പോലെയുള്ള അങ്ങനെയുള്ള ആളുകൾക്ക്, ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിലുള്ള ആളുകൾക്ക് കൂടുതലായിട്ടും TB ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അർബൻ ഏരിയാസിൽ ബിക്കോസ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ TB കേസസ് ആർ മോർ. അപ്പൊ അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th question. Field carcinogenesis is seen in options: head and neck carcinoma, colon carcinoma, brain tumor, breast carcinoma. Field carcinogen seen in head and neck carcinoma. Field carcinogenesis എന്ന് പറയുമ്പോൾ ഒരു സെൽസിൽ അല്ലെങ്കിൽ ടിഷ്യൂസിൽ വലിയധികം കാർസിനോജനിക് ആൾട്രേഷൻ, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ബയോളജിക്കൽ പ്രോസസ്സാണ്. ഒരു സെല്ലിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ടിഷ്യൂസിൽ അല്ലെങ്കിൽ ഒരു ഓർഗനിൽ വലിയ കാർസിനോജനിക് ആൾട്രേഷൻ ഉണ്ടാകുന്നതാണ് ഫീൽഡ് കാർസിനോജനിസിസ്. ഇപ്പോൾ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. ലൈക്ക് ഓറൽ ക്യാൻസർ, ഓറൽ മ്യൂക്കോസയിലുള്ള ക്യാൻസറിലൊക്കെ വളരെയധികം കാണുന്നുണ്ട് ഫീൽഡ് കാർസിനോജനിസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അബ്ഡോമിനൽ ഫാറ്റ് അക്യുമുലേഷൻ ഈസ് അസസ്ഡ് ബൈ ഓപ്ഷൻസ്: കോർപ്പുലൻസ് ഇൻഡെക്സ്, ബ്രൊക്കാസ് ഇൻഡെക്സ്, പൊണ്ടറൽ ഇൻഡെക്സ്, വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ. ഇവിടെ കറക്റ്റ് ആൻസർ വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ ആണ്. വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ. അബ്ഡോമിനൽ ഫാറ്റ് അക്യുമുലേഷൻ ഈസ് അസസ്ഡ് ബൈ വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ. ദ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ ഓർ വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ആസ് വേസ്റ്റ് മെഷർമെന്റ് ഡിവൈഡഡ് ബൈ ഹിപ്പ് മെഷർമെന്റ്. വേസ്റ്റ് മെഷർ ചെയ്തിട്ട് അത് ഡിവൈഡ് ചെയ്യുക, ഹിപ്പുമായിട്ട് മെഷർ ചെയ്യുക, W/H. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ വിത്ത് 30 inches 76 centimeter waist and 38 inches 97 centimeter hips has a waist hip ratio 0.78. 76/97 equal to 0.78. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. സോ അബ്ഡോമിനൽ ഫാറ്റ് അക്യുമുലേഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ ആണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻ.